പശ്ചിമ കൊച്ചി മേഖലയിലെ രൂക്ഷമായ വേലിയേറ്റം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2020 തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ധർണയുടെ ഉദ്ഘാടനം പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഗോപകുമാർ നിർവഹിച്ചു. പശ്ചിമ കൊച്ചി മേഖലയിലെ രൂക്ഷമായ വേലിയേറ്റം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 2020 തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തിയത്. അക്കിനാസ് കോളേജിനു സമീപം സംഘടിപ്പിച്ച ധർണ പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. അത് 38, 76, 150 ഒക്കെ ആകുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഇവിടുത്തെ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട കൗൺസിലർമാരും MLA-യും ഒക്കെ എങ്കിൽ മാത്രമേ അവർക്ക് അതിന്റെ ഒരു കമ്മീഷന്റെ ഭാഗമായി അതിന്റെ ഒരു 30-40% കിട്ടുമ്പോ ഏറ്റവും കുറഞ്ഞ ഒരു 30 കോടിയെങ്കിലും പോക്കറ്റിലാക്കുന്നവരെ കാത്തു നിൽക്കുന്ന ഇതുപോലെയുള്ള കാട്ടാളന്മാരെ ഇതുപോലെ ജന സദസ്സുകളിൽ പിടിച്ചു നിർത്തി വിചാരണ ചെയ്യേണ്ട സാഹചര്യമാണെന്നുള്ളത്. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആന്റണി സിമേന്തി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ബെന്നി ജോസഫ്, എറണാകുളം ജില്ലാ കോർഡിനേറ്റർ PY എബ്രഹാം, കൊച്ചി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഡെനി ജോസഫ്, ഡിജൻ സേവ്യർ, KA ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. റോഡാണെങ്കിൽ കൂടി നിറഞ്ഞിട്ട് മുട്ടോളം വെള്ളത്തിൽ ജനങ്ങളാണെങ്കിലും അവിടെ താമസിക്കുന്നവരാണെങ്കിലും ഇവിടെ വന്നു പോകുന്നവരാണെങ്കിലും മുട്ടോളം വെള്ളത്തിൽ നീന്തി പോകേണ്ട ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് തൃപ്പൂണിത്തുറ മണ്ഡലം കമ്മിറ്റിയുടെ ആന്റണി സിമേന്തി നമ്മൾക്ക് ഒരു സമര പരിപാടി അല്ലെങ്കിൽ ഒരു ധർണ എന്തെങ്കിലും ഒന്ന് ആസൂത്രണം ചെയ്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റി അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു സായാഹ്ന ധർണ സംഘടിപ്പിക്കുന്നത്. 2020 പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു പ്രവർത്തനമാണ് വീടുകൾ കയറിയിറങ്ങി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നത്. അതിൻ്റെ ഭാഗമായി കൊച്ചി മേഖലയിലെ വീടുകൾ കയറിയിറങ്ങുമ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അത് വളരെ രൂക്ഷമാണെന്നുള്ള അവസ്ഥ ഞങ്ങൾ നേരിൽ കണ്ടതാണ്. ഞാൻ SRV എന്ന് പറഞ്ഞ ഏറ്റവും തല്ലിപ്പൊളി ഒരു സ്കൂളിൽ പഠിച്ച ഞങ്ങൾക്ക് 5 രൂപയുടെ കഞ്ചാവ് അന്ന് മേടിക്കണമെങ്കിൽ തപ്പിത്തടഞ്ഞ് അത് 1-2 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് കുടുംബവും പോവും നമ്മളും പോകുന്നു. പക്ഷെ ഇന്ന് എങ്ങനെയാണ്? ഇന്ന് പ്രൊഫസർ കൊടുക്കണം, പുരോഹിതൻ കൊടുക്കണം, ചാമിയാര് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഇന്ന് നമുക്ക് നല്ലതും ചീത്തയും പറയാണ്ട് അതറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. കുഞ്ഞുമക്കൾക്കാണെങ്കിൽ ഒരു പ്രതീക്ഷയില്ല. കുഞ്ഞുമക്കൾക്ക് എന്ത് പ്രതീക്ഷ കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ചെറുപ്പക്കാർ 60 വയസ്സ് കഴിഞ്ഞാൽ ഒരാളും എന്റെ പ്രസംഗം കേൾക്കരുത്. കാരണം നമ്മൾ ഈ നാട് നശിപ്പിച്ചു കഴിഞ്ഞു. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്, ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ദുഷ്കരമായ സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം കമ്മിറ്റി ഇവിടെ സായാഹ്ന ധർണ സംഘടിപ്പിക്കുമ്പോൾ ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നാം തിരിച്ചറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇവിടെ അനൗൺസ് ചെയ്തിട്ട് ഇത് അനുഭവിക്കുന്ന കുണ്ടന്നൂരിലെയും കുമ്പളത്തെയും ഇടക്കൊച്ചിയിലെയും ആളുകൾ ഇന്ന് ഈ ധർണയ്ക്ക് എത്താതിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമ്മുടെ കുഞ്ഞോമനകളുടെ നല്ല ഭാവിക്ക് നല്ല തുടക്കം അനിവാര്യമാണ്. അതിനായി ഞാൻ നിർദ്ദേശിക്കുന്നു സാൻഫോർഡ്. 13 വർഷത്തെ സക്സസ്ഫുൾ ജേർണി, 250-ലേറെ ബ്രാഞ്ചുകൾ, ട്രൂലി ഇന്റർനാഷണൽ, ദ UK കോൺസെപ്റ്റ് പ്രീ സ്കൂൾ.